പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം. കർത്താവേ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പറഞ്ഞേ, കർത്താവേ, കർത്താവേ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിൻ്റെ ഈ അത്ഭുത ശക്തിയെ ധ്യാനിക്കാൻ അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രം ആരംഭിച്ചപ്പോൾ മുതൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. കർത്താവിൻ്റെ അത്ഭുത ശക്തിയെ ധ്യാനിക്കുക. കർത്താവിൻ്റെ അത്ഭുത ശക്തി, കർത്താവിൻ്റെ ശക്തിയെ ചെറുതായി കാണരുത്. അങ്ങനെ കർത്താവിൻ്റെ ശക്തിയെ ചെറുതായി കാണാതെ വിശ്വാസത്തോടെ പറഞ്ഞാൽ അതുപോലെ കർത്താവ് പ്രവർത്തിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ. 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 ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടിയിൽ കർത്താവ് സാംസണച്ചൻ ഇന്ന് നമ്മളോട് ശുശ്രൂഷ ചെയ്തുകൊണ്ട് സാംസണച്ചൻ ശുശ്രൂഷ ചെയ്ത ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിനിമോൾ സെബാസ്റ്റ്യൻ. ഞാൻ പാലാ രൂപതയിലെ പയ്യാനത്തോട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ പാലാ രൂപതയിലെ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് അതൊരാഗ്രഹമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ 2018 ഡിസംബർ 8-ാം തീയതി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പൂഞ്ഞാറ്റിൽ നിന്നും ബസ് പോകുന്നുണ്ട്, യാദൃച്ഛികമായിട്ട് 3 സീറ്റ് ഒഴിവുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ ഡിസംബർ 8-ാം തീയതി ഇവിടെ വന്നു. അന്ന് ഞാൻ സാംസണച്ചനെ കുറിച്ചൊന്നും കേട്ടിട്ടേ ഇല്ല. അഭിഷേകാഗ്നി എന്ന് പറഞ്ഞാൽ വട്ടായിലച്ചൻ എന്ന് മാത്രമാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വട്ടായിലച്ചനെ കാണാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. വന്നപ്പോഴാണ് ഇവിടെ ഈ കൽക്കുരിശ് മലയെക്കുറിച്ചൊക്കെ അറിയുന്നതും ബസ്സിലുള്ളവർ പറഞ്ഞു തന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ മലയിൽ പോയി ചെയ്തു. അതിനുശേഷം ഇറങ്ങി വന്നപ്പോൾ ചെറിയൊരച്ഛൻ അവിടെ നിൽക്കുന്നു. പേരറിയില്ല, പക്ഷേ പ്രാർത്ഥനയ്ക്കായി അച്ഛൻ്റെ മുമ്പിൽ തലകുനിച്ചു. അങ്ങനെ തലകുനിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു, പോയി. അതിനുശേഷം തുടർച്ചയായിട്ട് 4 പ്രാവശ്യം മാർച്ച് മാസം വരെ വരാനായിട്ട് സാധിച്ചു. ഓരോ പ്രാവശ്യം വരുമ്പോഴും വീട്ടിലുള്ള മക്കളെയോ അങ്ങനെ കൂട്ടുകാരെയോ ആരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. മാർച്ച് മാസത്തിൽ ഭാഗ്യവശാൽ എനിക്കും എൻ്റെ ഭർത്താവിനും അമ്മച്ചിക്കും കൂടിയാണ് വരാനായിട്ട് സാധിച്ചത്. ഒരു വലിയ നിയോഗമായിട്ട് ഞങ്ങൾ കരുതുന്നു. അന്ന് കൽക്കുരിശുമല കയറാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചാപ്പലിൻ്റെ മുമ്പിൽ അച്ഛൻ നിൽപ്പുണ്ടായിരുന്നു.
പിന്നീടാണ് അടുത്ത തവണയൊക്കെ വന്നപ്പോഴാണ് അത് സാംസൺ അച്ഛനാണ് എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ ഒന്നിച്ച് ചെന്ന് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങൾക്കിങ്ങനെ കുറച്ച് സ്ഥലമുണ്ട്, വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് തലയിൽ കൈവച്ചതിന് ശേഷം പോയി പ്ലാൻ വരച്ച് വീട് പണിതോളാൻ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ അത് ഞങ്ങൾക്കൊരു വലിയ ഷോക്കായി. കാരണം അതിനു മുമ്പ് 3 പ്രാവശ്യവും അച്ഛൻ പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ സ്ഥലം വിൽപ്പന നടന്നിട്ട് വീട് വയ്ക്കാമെന്നോ ചിട്ടി കിട്ടുമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അച്ഛൻ പറയുന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പെട്ടെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ ആകെ കൂടിയുള്ളത് എൻ്റെ കയ്യിൽ ഒരു 1.25 ലക്ഷം രൂപയാണ്. കാരണം 2 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടി കിട്ടി. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ PDM സെമിനാരിക്ക് വേണ്ടി 1 സെൻറ്റ് സ്ഥലം വാങ്ങാൻ 25,000 രൂപ കൊടുക്കാൻ ആർക്കെങ്കിലും പ്രചോദനം തോന്നുന്നെങ്കിൽ കൊടുക്കാനൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു 25,000 എടുത്ത് കൊടുത്തു. ബാക്കിയുള്ളത് 1.25 ലക്ഷം രൂപയാണ്. അപ്പം ഞങ്ങൾ എങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കിയാലും ഒരു 9.5 ലക്ഷത്തിനപ്പുറത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ നിലവിൽ പൈസയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കണം. അപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങളോട് ഇതൊന്നും അന്വേഷിക്കേണ്ട, പോയി പ്ലാൻ വരച്ച് വീട് പണിയാനാണ് ഈശോ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയി. എങ്കിലും ഹസ്ബൻഡിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തെങ്കിലുമെങ്കിലും ഇറങ്ങിത്തിരിക്കുമ്പോൾ പൈസ ചോദിക്കുമ്പോൾ ഞാനല്ല, അദ്ദേഹമാണ് എല്ലാവരോടും സമാധാനം പറയേണ്ടത്. അപ്പോൾ വീട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞപ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ യഥാർത്ഥ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് വീട് പണിയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് പാതുവഴിക്ക് നിന്നു പോകുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല ഹസ്ബൻഡിന് ഒരു ചെറിയ വാശി കൂടി ഉണ്ടായിരുന്നു. സാമാന്യം നല്ലൊരു വീട് വെക്കണമെങ്കിൽ 50 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പോൾ 50 ലക്ഷം രൂപ എന്ന് കയ്യിൽ വരുന്നു അന്ന് മാത്രമേ വീട് പണി തുടങ്ങൂ എന്നൊരു വാശി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതകരമായി ഈശോ അതിനെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് അച്ഛൻ്റെ ആ വാക്കനുസരിച്ച് ഞങ്ങൾ വളരെ സാവധാനം മുമ്പോട്ട് പോയി. ഏതാണ്ട് തറയിട്ട് കഴിഞ്ഞപ്പോഴേക്കും അന്നാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത്. പിന്നീട് ഇടയ്ക്ക് നിന്നും അങ്ങനെ ഓരോ പണികൾ ഘട്ടം ഘട്ടമായി പോയിക്കൊണ്ടിരുന്നു. ഞാൻ വളരെ അത്ഭുതകരമായിട്ട് ഓർക്കുകയാണ്. ഇടയ്ക്ക് ഒരു ശനിയാഴ്ച കയ്യിലെ പൈസയെല്ലാം തീർന്നു. പണിക്കാർക്കെല്ലാം പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി നമുക്ക് പണിക്കാരോട് വരണ്ട എന്ന് പറയാം, തിങ്കളാഴ്ച മുതൽ വരണ്ട എന്ന് പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, പണിക്കാർ വരുന്നെങ്കിൽ വരട്ടെ, നമ്മളായിട്ട് ആരെയും വിളിച്ചു വരുത്തുകയല്ല. അവർ ഈശോയുടെ നിർദ്ദേശമനുസരിച്ചിട്ടാവും തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അവർ പലപ്പോഴും അസൗകര്യങ്ങൾ പറയുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു. ഞായറാഴ്ചയായി. അപ്പോൾ ഒരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് വീട് പണിയുന്നിടത്ത് പോകാം. ഞങ്ങൾ വീട് പണിയുന്നിടത്തെത്തി. വീട്ടിൽ മുഴുവൻ എല്ലാ മുറികളിലും നടന്ന് സ്തുതിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ ഒരു ആൻറ്റി വിളിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ ആൻറ്റി അവർ ക്രിസ്മസ് കാലം ആയതുകൊണ്ട് പോയിട്ട് ഒരു ആൻറ്റിയും മംഗളും ഒക്കെ ഉണ്ട്. അവർ പോകാൻ ഇറങ്ങിയപ്പോൾ, എടാ ഇത് നിനക്കിരിക്കട്ടെ, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് 1 ലക്ഷം രൂപയുടെ ഒരു കെട്ടാണ് എടുത്തു കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ പൈസയും തീരുമ്പോഴും അടുത്ത പൈസ ഇങ്ങനെ ദൈവം അത്ഭുതകരമായിട്ട് ക്രമീകരിച്ചു കൊണ്ടിരുന്നു. ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാം എബവ് ആവറേജ് ജോലിയോ അല്ലെങ്കിൽ അതനുസരിച്ച് വരുമാന മാർഗ്ഗങ്ങളോ ഉള്ളതായതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം അവരിലൂടെ ഈശോ ചൊരിയുകയായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതി ഞങ്ങളുടെ പുതിയ വീടിൻ്റെ വെഞ്ചിരിപ്പ് നടത്തി ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. ദൈവാനുഗ്രഹത്താൽ പണിത വീടായതുകൊണ്ട് അവിടെ ഞങ്ങളുടേതായ ചെയ്തികളോ ആലോചനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായ ഒരു ഭവനം, എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഏകദേശം 2200 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് വീട്. ലക്ഷം രൂപയുടെ വീടാണെന്ന് പറഞ്ഞു. അതെ, 65 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. അതിന് ശരിക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ട 61 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. തടി തറവാട്ടിൽ നിന്ന് എടുത്തതാണെങ്കിൽ അതുകൂടെ കൂട്ടിയാൽ പോലും 65 ലക്ഷമേ ആകുന്നുള്ളൂ. പക്ഷേ ആ വീട് കാണുന്നവർ ഓരോരുത്തരും വന്ന് ചോദിക്കുന്നത് 1 കോടിയാണോ 1.10 എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഈശോയോട് ചോദിക്കണം, 1.5 ലക്ഷം ഉണ്ടെങ്കിലും 1.25 ലക്ഷം ഉണ്ടെങ്കിലും സാരമില്ല, കർത്താവ് തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണ് ചേച്ചി? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. അവർണ്ണനീയമായ ഈ ദാനത്തിന് സ്തുതി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഈ അട്ടപ്പാടിയിൽ തന്നെ കർത്താവ് എത്രയോ അച്ഛന്മാർ ഉയർത്തി. ആദ്യകാലത്ത് സോജി അച്ഛനെ കർത്താവ് അനോയിൻറ്റ് ചെയ്തു, അതിനുശേഷം ബിനോയ് അച്ഛനെ കർത്താവ് അനോയിൻറ്റ് ചെയ്തു, അതിനുശേഷം സാംസനെ കർത്താവ്, ഇത് എത്രയോ കാലങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അട്ടപ്പാടിയിൽ നിന്ന് കർത്താവ് ശുശ്രൂഷയ്ക്ക് അനോയിൻറ്റ് ചെയ്ത് ഉയർത്തുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യ വെള്ളിയാഴ്ചകളിൽ ദൈവത്തിൻ്റെ ജനം നാനാഭാഗങ്ങളിൽ നിന്നും അട്ടപ്പാടി സിഗ്യോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്.
അവിടെ ഇപ്പോൾ വട്ടയിലച്ചൻ ഞാനിപ്പോൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ യൂണിവേഴ്സിറ്റി, അതാണ് PDS സെമിനാരി എന്ന് പറഞ്ഞത്. PDS സെമിനാരിയിൽ നിന്ന് ഞാനിപ്പോൾ സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ആദ്യ വെള്ളിയാഴ്ചകളുണ്ടാവും, അവിടെ വരും. അതുപോലെ സാംസണച്ചൻ എൻ്റെ കൂടെയുണ്ട്. സാംസണച്ചനും ആദ്യ വെള്ളിയാഴ്ചകളിൽ സെഗ്യോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വരും. അങ്ങനെ ഒരുമിച്ച് വലിയ ശുശ്രൂഷ. പിന്നെ മറ്റച്ഛന്മാരും ഉണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ആദ്യ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയ്ക്ക് ഈ കുടുംബം അന്ന് ഒരു ബ്ലെസ്സിങ് വാങ്ങിയപ്പോൾ കർത്താവിൻ്റെ മഹാശക്തിയെ, കർത്താവിൻ്റെ അത്ഭുത ശക്തിയെ വിശ്വസിച്ച്, വിശ്വാസത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾ പോകുക, പ്ലാൻ വരയ്ക്കുക, വീട് പണി തുടങ്ങുക. ദൈവം അതങ്ങ് അനുഗ്രഹമാക്കി. അവരത് വിശ്വസിച്ചു. അതുപോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റി. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് ഈ സമയത്ത് നമ്മൾ കർത്താവിനൊന്ന് ആരാധിച്ച് സ്തുതിക്കാൻ പോവുകയാണ്. ക്ഷീണമൊക്കെ മാറട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, കർത്താവിൻ്റെ വലിയ കൃപ. ഇന്ന് സാംസണച്ചൻ തന്നെ, ഈ അച്ഛനോട് തന്നെ ഇന്ന് നമുക്ക് വചനം പ്രഘോഷിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാംസണച്ചൻ വരും. തുടർന്ന് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം സാംസണച്ചനാണ് വചനം പ്രഘോഷിക്കുന്നത്. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ അത്ഭുതകരമായ നാമം എന്നും എല്ലായിടത്തും ഉയർത്തപ്പെടട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുനാമം അതിശയനാമം, നാമം. സന്തോഷത്തോടെ കൈയടിച്ച് യേശുനാമം അതിശയനാമം, നാമം. എല്ലാവരും ഒരുമിച്ച് എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന തിരുമം, വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന തിരുമം, വല്ലഭത്വമുള്ള നാമം. കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുനാമം അതിശയനാമം, നാമം. യേശുനാമം അതിശയനാമം, നാമം. നാമം. യേശുവേ നാമം. I believe in Jesus Christ. നാമം. Hallelujah, hallelujah. നാമം. നാമം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. വലിയ കൃപയുടെ അഭിഷേകങ്ങൾ എല്ലാ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. ഇപ്പോൾ ക്ഷീണങ്ങളെല്ലാം മാറട്ടെ. എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. വചനത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ. പ്രാർത്ഥന ശക്തിക്ക് അഭിഷേകമായി നിറയട്ടെ. വിശ്വാസ കൃപകൾ അഭിഷേകമായി നിറയട്ടെ. സ്നേഹ അഭിഷേകമായി നിറയട്ടെ. വിശുദ്ധി അഭിഷേകമായി നിറയട്ടെ. വചന അഭിഷേകമായി നിറയട്ടെ. ദൈവ കൃപകൾ അഭിഷേകമായി നിറയട്ടെ. ശുശ്രൂഷ വരങ്ങൾ അഭിഷേകമായി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും മുഴുവൻ കുഞ്ഞുങ്ങളെ, കുട്ടികളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് യേശുവേ, രോഗികളുടെ മേൽ അങ്ങോട്ട് കരസ്പർശനം നൽകണമേ. കർത്താവെ, ഹൃദയം കഠിനമായി കല്ലുപോലെയായി ഒരു അനുഭവം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. മദ്യപാനത്തിന് അടിമപ്പെട്ടു, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടു, ഡ്രഗ്സിന് അടിമപ്പെട്ടു, ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ടു, നിരാശയ്ക്ക് അടിമപ്പെട്ടു, നിരീശ്വര ചിന്തയ്ക്ക് അടിമപ്പെട്ടു, ദൈവ നിഷേധത്തിന് അടിമപ്പെട്ടു. അങ്ങനെ സാത്താൻ അടിമപ്പെടുത്തിയിരിക്കുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. വചനത്തിന് വേണ്ടി വിടുതൽ പ്രാപിക്കട്ടെ കർത്താവേ. കൃപയാൽ അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രാർത്ഥിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. വിശ്വസിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. സൗഖ്യം പ്രാപിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വലിയ ഡെലിവറൻസ് സംഭവിക്കട്ടെ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാംസനച്ചൻ എന്നത് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കും. വലിയൊരു ബ്ലെസ്സിംഗ് ആയിരിക്കുന്നത് ശുശ്രൂഷ. ഈശോയുടെ നാമത്തിൽ സാംസനച്ചനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടായലച്ചൻ നമുക്ക് നൽകിയ ആ ഒരു സന്ദേശം, ആ ഒരു ദൂത് അതിപ്രകാരമായിരുന്നു: ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ നിമിഷ നേരം മതി. ഇപ്പോൾ ഒരു രോഗിയെ സുഖപ്പെടുത്താൻ, ദരിദ്രനെ സമ്പന്നനാക്കാൻ, വീടില്ലാത്തവന് വീട് നൽകാൻ, പാപിയെ മാനസാന്തരപ്പെടുത്താൻ, കഠിന ഹൃദയനെ മാംസളമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്ന ആ നിമിഷം തന്നെ അത് സംഭവിക്കും. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാമത്തെ തിരുലിഖിതം. പാപിയുടെ നേട്ടങ്ങളെ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് നിമിഷ നേരം മതി. ഹല്ലേലൂയ. Hallelujah. കർത്താവിന് പ്രവർത്തിക്കാൻ നിമിഷ നേരം മതി. വീണ്ടും ഈ ഒരു കർത്താവിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരു സംഭവം ഓർമ്മ വരികയാണ്. അതിപ്രകാരമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അബ്രാഹത്തിൻ്റെയും സാറായിയുടെയും ജീവിതം. അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു മക്കളുണ്ടാകണം. പക്ഷേ പ്രായം കവിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, സമയങ്ങൾ കടന്നുപോയി. മക്കൾ ജനിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം കൊണ്ട് മക്കൾ ജനിക്കും. അവർ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എങ്കിലും ഒരു സംശയം. അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് സ്വന്തം ഭാര്യ തൻ്റെ ദാസിയെ ഭർത്താവിന് വിട്ടുകൊടുക്കാൻ മക്കൾ ജനിക്കുന്നതിന് വേണ്ടി. അങ്ങനെ സാറ തൻ്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് കൊടുക്കുകയാണ്. ഇതിനു വേണ്ടി ഹാഗാറിലൂടെ ഒരു മകനുണ്ടായി, അബ്രാഹത്തിൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹാഗാർ ഗർഭിണിയാകും. ഗർഭിണിയായ നിമിഷം മുതൽ ഹാഗാറിന് അഹങ്കാരം കൂടും. അങ്ങനെ അഹങ്കാരം കയറി ഹാഗാർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു ചെയ്യും? സാറായിയോട് അങ്ങനെ മറുതലിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അതിൽ 16-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം. ഉൽപ്പത്തിയുടെ പുസ്തകം 16:4. അബ്രാഹം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ നിന്ദയോടെ വീക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് അബ്രാഹത്തിന് സാറായിൽ കുട്ടി ജനിക്കുകയാണ്. സാറായിൽ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അബ്രാഹത്തിനൊരു കുഞ്ഞുണ്ടായി, ഹാഗാറിലൊരു കുഞ്ഞുണ്ടായി, അവൻ്റെ പേര് ഇസ്മായേൽ. സാറായിലൊരു കുട്ടിയുണ്ടായി, അവൻ്റെ പേര് ഇസഹാക്ക്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് കളിക്കുന്ന കാണുമ്പോൾ സാറ പറയാണ്, എൻ്റെ മകന് കിട്ടേണ്ട അവകാശങ്ങളൊന്നും പങ്കുവെക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഹാഗാറിൻ്റെയും അവളുടെ മകനെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അങ്ങനെ മനസ്സോടെ ഹാഗാറിനെ അബ്രാഹം ഇറക്കി വിടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എന്നിട്ട് എന്ത് ചെയ്യും? ഇവൾ തോൽസഞ്ചിയിൽ വെള്ളമൊക്കെ എടുത്ത് അബ്രാഹം കൊടുക്കും. അതുകൊണ്ട് പോകും. അങ്ങനെ പോയി മരുഭൂമിയിൽ ചെന്ന് കൊണ്ടുപോയ വെള്ളമെല്ലാം തീരും. വെള്ളം തീർന്നു കഴിയുമ്പോൾ കുട്ടി നിലവിളിക്കാൻ തുടങ്ങും. വെള്ളം കിട്ടാതെ പിടഞ്ഞ് മരിക്കുന്നത് കാണാൻ പറ്റാതെ, തൻ്റെ മകൻ പിടഞ്ഞ് മരിക്കുന്നത് കാണാൻ പറ്റാതെ ഇരിക്കുന്നതിന് വേണ്ടി ഹാഗാർ കുഞ്ഞിന് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദൈവദൂതൻ ഇറങ്ങി വരും. ഒരു ദൈവദൂതൻ ഇറങ്ങി വന്നിട്ട് ഹാഗാറിനോട് പറയാണ്, നീ സങ്കടപ്പെടേണ്ട, അതാ കണ്ടോ ഒരു കിണർ. ഹാഗാർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൾ തൊട്ട് മുമ്പിൽ ഒരു കിണർ കാണുകയാണ്. ആ കിണറിൽ നിന്ന് മതിവരെ വെള്ളം കുടിച്ച് ഹാഗാർ തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൾ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ അത്ഭുതം ദർശിക്കുകയാണ്. മരണത്തിൻ്റെ വക്ത്രത്തിന് മുമ്പിൽ ദൈവം ഹാഗാറിന് അത്ഭുതമായി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വചനം ഇങ്ങനെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം. ദൈവം അവളുടെ
കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. അതുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. മരുഭൂമിയിൽ ദൈവം അത്ഭുത ഉറവ തുറക്കുകയാണ്. നിരാശപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, ഇന്ന് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കണ്ണ് തുറന്ന് കർത്താവിനെ വിളിക്കുക. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. വൃദ്ധനായ തോബിയാസ് തൻ്റെ മകൻ കൊച്ചു തോബിയാസിന് ഒരു സ്ഥലത്തേക്ക് പോകണം. മിദിയായിനയിലുള്ളൊരു സ്ഥലമാണ് പോകേണ്ടത്. അങ്ങോട്ട് തുണയായി പോകാൻ അവൻ്റെ കൂടെ ആരുമില്ല. കണ്ണ് കാണാത്ത പ്രായമുള്ള തോബിയാസിന് തൻ്റെ മകൻ്റെ കൂടെ പോകാൻ പറ്റില്ല. നിസ്സഹായ അവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ദൈവം ഇതാ അവനൊരു ദൂതനെ അയച്ചു കൊടുക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 4-ാമത്തെ ലിഖിതം. തോബിയാസ് ഒരാൾ അന്വേഷിച്ചു, റാഫേലിനെ കണ്ടുപിട്ടി. അവനൊരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ തോബിയാസിൻ്റെ കൂടെ ആ ദൂതൻ യാത്ര ചെയ്യുന്നു. അവൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റി അവൻ്റെ യാത്ര സുരക്ഷിതമാക്കി. അത് മാത്രമല്ല, എന്നിട്ട് അതാ സങ്കടപ്പെട്ടിരിക്കുന്ന സാറായിയുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി മാറി. ദൈവമേ, എന്നെ സഹായിക്കണമേ എന്ന് ചങ്കുപൊട്ടി വിളിച്ച സാറായി തൻ്റെ ഭർത്താക്കന്മാർ മരിച്ചു. എല്ലാവരുടെ മുമ്പിൽ പരാജയമായി. എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു അവഹേളിത പാത്രമായി ഇരിക്കുന്ന സമയത്ത് ദൈവം ഇതാ അവിടെ തോബിയാസിനോടൊപ്പം ദൈവദൂതനായി റഫായേൽ മാലാഖ അവളുടെ ജീവിതത്തിലെത്തുന്നു. അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, വലിയ അത്ഭുതം ദൈവം പ്രവർത്തിക്കുന്ന നമ്മൾ കാണുകയാണ്. ഈ വചനം പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറുടെ ജീവചരിത്രത്തിൽ വായിച്ചൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. ഫ്രാൻസിസ് സേവ്യർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ച് ചുറ്റി നടക്കുമ്പോൾ ഒരു തളർവാദ രോഗി, അദ്ദേഹത്തിന് ഫ്രാൻസിസ് സേവ്യറുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കത്തയച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഫ്രാൻസിസ് സേവ്യർ പല സമയങ്ങളിൽ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പോകാൻ പല വിധത്തിൽ തടസ്സങ്ങൾ നേരിട്ടു. അങ്ങനെ അവസാനം ഫ്രാൻസിസ് സേവ്യർ തൻ്റെ ശുശ്രൂഷകരിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയക്കുകയാണ് എന്തിനു വേണ്ടി? ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഈ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലുമ്പോൾ തളർവാദ രോഗി ചോദിക്കുന്നുണ്ട്, അല്ലയോ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ശുശ്രൂഷകൻ എളിമപ്പെട്ട് പറയും, ഞാൻ ഫ്രാൻസിസ് സേവ്യർ അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ തളർവാദ രോഗി വിശ്വാസത്തോടെ പറയുകയാണ്, നീ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകനാണെങ്കിലും കുഴപ്പമില്ല, ദൈവം നിന്നിലൂടെ അത്ഭുതം പ്രവർത്തിക്കും, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ആ ശുശ്രൂഷകൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം തന്നെ കിടക്കയിൽ നിന്നും തളർവാദ രോഗി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചുവെന്നാണ് ആ ജീവചരിത്രത്തിൽ വായിക്കുന്നത്. ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ ഇന്ന വ്യക്തിയോ ഇന്ന സ്ഥലമോ ഇന്ന ദേശമോ വേണമെന്നില്ല. കർത്താവ് പ്രവർത്തിക്കും അത്ഭുതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരാശപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ, ജോലി, വിവാഹം, കുടുംബം, ഡൈവേഴ്സ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള സങ്കടങ്ങൾ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് കർത്താവ് വരും. കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ മുഴുവനായിട്ടുണ്ടാകും. അവൻ ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന പ്രതീക്ഷയോടെ അപ്പസ്തോലന്മാർ ഈശോയുടെ കൂടെ നടന്നു. എന്നാൽ യഹൂദർ ഈശോയെ കുരിശിൽ തറച്ച് കൊന്ന് അപ്പോൾ മുതൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് പല സ്ഥലത്തിലേക്കും പാലായനം ചെയ്യപ്പെട്ടു. ജെറുസലേമിലേക്ക് പോയവരുണ്ട്, എമ്മാവുസിലേക്ക് പോയവരുണ്ട്, ഗുഹകളിൽ പോയി ഒളിച്ചവരുണ്ട്. എന്നാൽ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ഈശോ, അവരുടെ കൂടെ നടക്കുമ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ എമ്മാവുസിലേക്ക്. എന്നിട്ട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നു? പറഞ്ഞു, യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ദൈവരാജ്യം സ്ഥാപിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ യഹൂദർ അവനെ കൊന്നു. അവൻ്റെ കൂടെ നടന്ന ഞങ്ങൾ ഇതാ ഓടി രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ വെച്ച് പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങൾ ഓരോന്നോരോന്നായി, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ വചനങ്ങൾ ഓരോന്നോരോന്നായി വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അവരെത്തേണ്ട സ്ഥലത്തേക്ക് എത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെത്തേണ്ട സ്ഥലത്തെത്തിയപ്പോൾ ഈശോ മുമ്പോട്ട് പോകുന്ന പോലെ ഭാവിച്ചു. എന്നാൽ അവരെ ക്ഷണിച്ചു, മുമ്പോട്ടുള്ള യാത്ര ദുർഘടമാണ്, നീ ഞങ്ങളുടെ കൂടെ നിന്ന് ചെലവഴിക്കുക. ആ രാത്രിയിൽ യേശു അവരോടൊപ്പം താമസിക്കാനായി കടന്നു ചെന്നു.
താമസിക്കാൻ കടന്നു ചെന്ന ഈശോയുടെ കരങ്ങളിലേക്ക് അവരൊരു അപ്പം എടുത്തു കൊടുത്തു. ആ അപ്പം ഈശോ അവർ കൺമുമ്പിൽ വെച്ച് ആശീർവദിച്ച് മുറിക്കുന്ന സമയം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ തിരുലിഖിതം. ഈശോ അവരുടെ മുമ്പിൽ വെച്ച് അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല വിധത്തിൽ വേദന അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ സഹായിക്കണം. എൻ്റെ നിസ്സഹായാവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണം. എൻ്റെ രോഗത്തിന് മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. കർത്താവിന് കഴിയും. നിങ്ങളുടെ കണ്ണ് തുറക്കണം. നിരാശ വേണ്ട. പ്രത്യാശയോടുകൂടെ ഈ രാത്രി പ്രാർത്ഥിക്കുക. തുടർന്നുള്ള ആരാധനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കുവാൻ യേശുവേ ഈ രാത്രിയിൽ കടന്നു വരണമേ. പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. നിമിഷ നേരം കൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ദേവികാരുടെ നാഥൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളുടെ സങ്കടങ്ങൾ അറിയുന്ന കർത്താവ്. പലരും രോഗികളായിട്ടുള്ളവരുണ്ട്. ജീവിതത്തിൽ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നിരാശപ്പെട്ട് എല്ലാം തകർന്നടിഞ്ഞവരായിട്ടുള്ളവരുണ്ട്. അതുപോലെ രോഗം മൂലം മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുന്ന ദൈവമക്കൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയം, പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവിൽ ശരണം വയ്ക്കുക. ഒറ്റ നിമിഷം കൊണ്ട് ദരിദ്രനെ സമ്പന്നനാക്കുവാൻ കർത്താവിന് കഴിയും. ഈശോയെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണം. ഹഗാറിൻ്റെ കണ്ണീർ തുടച്ചവൻ, തോബിയാസിന്റെ കൈ പിടിച്ചവൻ, സാറായിയുടെ കണ്ണുനീർ തുടച്ചവൻ, ഇങ്ങനെ തോബിയാസിന് സാറായെ അനുഗ്രഹിച്ച ദൈവം അവിടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമെന്ന് അത്ഭുതമായി മാറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതാ നമ്മുടെ ഭവനത്തിൽ. കരങ്ങൾ ഉയർത്തി എൻ്റെ അവസ്ഥകളെല്ലാം പറയുക. 2 കരങ്ങൾ ഉയർത്തുക, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിലെ ഭാരങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും യേശു അറിയുന്നു. എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണമേ. അത്ഭുതം ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം ഈശോയെ. കരങ്ങളുയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്ക് കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ. രോഗക്കിടക്ക മടക്കിയെടുത്ത് ശാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനനദി. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ